നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. സാധാരണഗതിയിൽ അതിർത്തികളിൽ മാത്രം നാം കണ്ടു ശീലിച്ച ഇന്ത്യ പാക് സൈനിക സാന്നിധ്യം ഇപ്പോൾ ഒമാൻ തീരത്തിന് തൊട്ടടുത്ത് കടലിന്റെ ആഴങ്ങളിൽ അതീവ ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്ന ഈ സാഹചര്യത്തിൽ വെറും 18 നോട്ടിക്കൽ മൈൽ മാത്രം അകലത്തിൽ ഇരു രാജ്യങ്ങളുടെയും യുദ്ധക്കപ്പലുകൾ ഒരേ ലക്ഷ്യത്തിനായി നിലയുറപ്പിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. ഇന്നലെ പുറത്തുവന്ന ഈ മാപ്പിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒമാൻ ഉൾക്കടലിന്റെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണിത്. ഖുറയ്യാത്ത് എന്നീ ഒമാനി നഗരങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് ഈ കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. മാപ്പിലെ ഡാറ്റ പ്രകാരം ഇന്ത്യയുടെ ഒരു യുദ്ധക്കപ്പൽ കടലിൽ ഏകദേശം നിശ്ചലമായ അവസ്ഥയിലാണ്. അതായത് വെറും 0.4 നോട്ടിക്കൽ മൈൽ വേഗതയിൽ. എന്നാൽ തൊട്ടടുത്തു തന്നെയുള്ള പാകിസ്ഥാന്റെ മറ്റൊരു വാർഷിപ്പ് 10.8 നോട്ടിക്കൽ മൈൽ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവ തമ്മിലുള്ള അകലം വെറും 18 നോട്ടിക്കൽ മൈൽ മാത്രമാണ്. കടൽ യുദ്ധതന്ത്രങ്ങളിൽ ഇത്രയും ചെറിയ ദൂരത്തിൽ രണ്ട് ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾ വരുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണെങ്കിലും ഇവിടെ സാഹചര്യം മറ്റൊന്നാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ടു രാജ്യങ്ങളും ഒരേ സമയം ഒമാൻ തീരത്ത് ഇത്രയധികം ജാഗ്രത പുലർത്തുന്നത്? ഉത്തരം ലളിതമാണ്: മെർച്ചന്റ് ഷിപ്പിംഗ് അല്ലെങ്കിൽ ചരക്കു കപ്പലുകളുടെ സുരക്ഷ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം ചെങ്കടലിലും ഗൾഫ് ഓഫ് ഒമാനിലും വ്യാപാര കപ്പലുകൾക്ക് നേരെ വലിയ തോതിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ ഇന്ധന വ്യാപാര പാതയുടെ ജീവനാഡിയായ ഈ മേഖലയിൽ സ്വന്തം രാജ്യത്തിന്റെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സങ്കൽപ്പ് പോലുള്ള ദൗത്യങ്ങൾ ഇതിന്റെ ഭാഗമാണ്. പരസ്പരം പോരടിക്കുന്ന രണ്ടു രാജ്യങ്ങൾ ഒരേ കടൽ മേഖലയിൽ ഒരേ ലക്ഷ്യത്തിനായി, അതായത് കടൽക്കൊള്ളക്കാരെയും ഡ്രോൺ ആക്രമണങ്ങളെയും ചെറുക്കാൻ തങ്ങളുടെ സൈനിക ശേഷി വിന്യസിച്ചിരിക്കുന്നു. ഇത് മേഖലയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ ഒരു ഏറ്റുമുട്ടലിനേക്കാൾ ഉപരിയായി ആഗോള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനുള്ള നിശബ്ദമായ ഒരു മത്സരമോ അല്ലെങ്കിൽ സഹകരണമോ ആണ് നടക്കുന്നത്. യുദ്ധക്കപ്പലുകൾ തമ്മിലുള്ള ഈ 18 നോട്ടിക്കൽ മൈൽ ദൂരം ഒരു കടുത്ത ജാഗ്രതയുടെ അടയാളമാണ്. അറബിക്കടൽ സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപരമായ ഒരു നിമിഷത്തിനാണ്. അതിർത്തിയിലെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും കടൽ കടന്നുള്ള വ്യാപാരവും രാജ്യത്തിന്റെ നിലനിൽപ്പും അപകടത്തിലാകുമ്പോൾ സൈനിക ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ഒമാൻ തീരത്തെ ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.